ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പഴംപൊരിയാണ്. വളരെ നാടൻ റെസിപ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഒരുവിധ ആൾക്കാർക്കൊക്കെ പഴംപൊരി ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ആദ്യം ഇതിനായിട്ട് ഞാൻ ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ കൂടുതൽ മൈദ ഒരു കുറച്ച് അരിപ്പൊടിയും കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 9 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് 2 പഴം ഞാൻ പൊരിക്കുന്നത്, അതിന് ആവശ്യമായിട്ടുള്ള 9 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും, ടേബിൾ സ്പൂൺ. അത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാർക്ക് അധികം മധുരം ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ അത് കുറക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പഴംപൊരിയുടെ മാവെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയായിട്ടിരിക്കണം. അപ്പോൾ കുറച്ചൊരു തിക്കായിട്ട് തന്നെ നമുക്കത് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം നന്നായിട്ട് കോട്ട് ചെയ്യണ ഒരു രീതിയിൽ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവേണ്ടത്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് നേരം അടച്ച് വെക്കുമ്പോൾ ഒന്നുകൂടെ പഴങ്ങ് നന്നായിട്ടൊന്ന് പൊന്തി വരും. പൊരിക്കുമ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ അപ്പം തന്നെ വേണമെങ്കിൽ അപ്പം തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ 2 വലിയ പഴമാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടു മുറിച്ചിട്ടാണ് പൊരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നടു മുറിച്ചിട്ടാണ് എപ്പോഴും പഴം പൊരിക്കാറ്. എനിക്കതാണ് ഒന്നുകൂടെ ഇഷ്ടം. അപ്പോൾ ഞാൻ വളരെ കനം കുറച്ചിട്ടാണ് അരിയുന്നത്. പൊതുവേ ഇത് വലിയ പഴമായതുകൊണ്ട് ഒന്നും കൂടെ കനം കുറക്കാൻ, വലിയ പഴമാണല്ലോ. അല്ലെങ്കിലും ഞാൻ കുറച്ച് കനം കുറച്ച പീസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടാണ് പൊരിക്കാറ്. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് കട്ടിയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും കനം കുറക്കണ്ട. ഞാൻ ഇപ്പോൾ ഒരു പഴം ഒരു 10 പീസൊക്കെ ആക്കിയിട്ടുണ്ട്, ഒരു പഴം. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലാണ് ആക്കിയിട്ടുള്ളത്. പക്ഷെ നല്ല തിന്നായിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് തിന്നായിട്ടുള്ള ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കട്ടിയിൽ ഒരു 3 കഷ്ണമൊക്കെ ആക്കിയിട്ടും പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പഴമായിട്ട് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടിലിട്ട് കൊടുക്കണം. എൻ്റെ അതൊന്നും ഒന്നും ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് എപ്പോഴും പഴം പൊരിക്കുന്നത്. ഇത് കുറച്ച് എണ്ണയൊക്കെ പുറത്തു പോകും. എന്നാലും ഈ ഒരു ചട്ടിയിൽ പൊരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പഴംപൊരി നല്ലതായിട്ട് നല്ല ഇതായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചില പാത്രത്തിൽ പൊരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലാണ് എപ്പോഴും പൊരിക്കാറ്, ഈ ഒരു പാനിൽ. അപ്പോൾ പഴം കണ്ടില്ല, വീർത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ലങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നായി വരുമ്പോൾ തിരിച്ചിടാം. ഞാൻ നന്നായിട്ട് മുരിച്ചെടുക്കാറുണ്ട് പഴം. എനിക്കിങ്ങനെ മഞ്ഞ കളറിൽ പഴം ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മുരിയണം അതിനനുസരിച്ച് മുരിച്ചെടുക്കാം. ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് എണ്ണയൊക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കിതിൽ പൊരിക്കണമാണ് ഇഷ്ടം. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ടിഷ്യൂ വെച്ചിട്ടോ എന്തെങ്കിലും പാത്രത്തിലേക്കോ എന്തിലേക്കെങ്കിലും ഇട്ട് കൊടുക്കാം, എണ്ണ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതും നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നേരത്തെ കുറച്ചൊന്ന് അതിലുണ്ടായിരുന്നു. നല്ല ചൂടുള്ള എണ്ണയിൽ വേണം എപ്പോഴും ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അടുത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പഴം പൊരിച്ചിട്ട് ഇട്ട് കൊടുത്തേക്ക് തന്നെ അതൊന്ന് വിടിയിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ എല്ലാ പഴം കൂടി ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ആവും. നേരത്തെ ഞാനത് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ പഴം പൊരിച്ചാൽ പഴം ഇട്ട അപ്പം തന്നെ ഒന്നായി വരുമ്പോൾ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാ പഴം കൂടി ഇങ്ങനെ ഒട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മൊരിയണതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കൂടുതൽ മൊരിയണമെങ്കിൽ കൂടുതൽ മൊരിച്ചെടുക്കാം. ഞാൻ എപ്പോഴും പഴം പൊരിക്കുമ്പോൾ നല്ല കളറിലാണ് എടുക്കുക. എനിക്കതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പഴം വീണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പഴംപൊരി ഇവിടെ റെഡി ആയിട്ട് നല്ല ക്രിസ്പിയാണിത്. ഇങ്ങനെ ആകുമ്പോൾ അരിപ്പൊടി ഞാൻ കൂടുതൽ മൈദയും കുറച്ച് അരിപ്പൊടി, അതായത് 1 കപ്പ് മൈദ ഒക്കെ എടുക്കുമ്പോൾ ഒരു അരക്കപ്പിൽ കുറച്ച് കുറവ്
അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വെറും അരിപ്പൊടിയിലാണെങ്കിൽ, വെറും മൈദയിലാണെങ്കിൽ അങ്ങനെയും പൊരിക്കാം. ചില ആൾക്കാർ കൂടുതൽ അരിപ്പൊടി ചേർത്ത് കുറച്ച് മൈദ ചേർക്കും, അങ്ങനെയും പൊരിക്കാം. ഞാനെപ്പോഴും കൂടുതൽ മൈദയും കുറച്ച് അരിപ്പൊടി അങ്ങനെയാണ് ചേർക്കാറ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ, എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷേ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രഞ്ചി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണിത്, നല്ല മുരിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. നല്ല മുരിവുള്ള പഴംപൊരി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.